ഹലോ, അതെ അതെ അതെ, ഞാൻ കറുക്കെറിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ അടുത്ത വീട്ടിൽ പോയി സ്ത്രീയെ വിളിച്ചോണ്ട് വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. സുലു, പുറത്തേക്കാണെങ്കിലേ ആ കാഞ്ചനയ്ക്ക് ഒരു ഫോൺ ഉണ്ടെന്നൊന്ന് പറഞ്ഞു. ഓ സോറി തങ്കു, ഞാൻ ലെഫ്റ്റിലേക്കാ, ബ്യൂട്ടി പാർലറിലേക്ക്. ലേറ്റ് ആയാലേ ആകെ പ്രശ്നമാ. അത് പ്രശ്നമാവും. ആരെ ടെലിഫോണില്? ട്രേഡ് ലിങ്ക് ഏജൻസീസ്. നീ ഇല്ലാത്തപ്പോ 2-3 പ്രാവശ്യം അയാൾ കാഞ്ചനെ വിളിച്ചിരുന്നു. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ വാങ്ങിച്ചു കൊടുത്തത് ഞാനാ. പക്ഷെ ഞാനെന്ത് ചെയ്യാനാ? അയാള് 2-3 പ്രാവശ്യം എന്നെ വിളിച്ച് പരാതി പറഞ്ഞു. ഓക്കെ തങ്കു, അവളെ വിളിച്ച് ഫോൺ കൊടുത്തേക്കൂ. അയ്യോ, എനിക്ക് കറിക്കരിയണം. പ്ലീസ് തങ്കു, പറഞ്ഞ അനുസരിക്കൂ. ഓക്കെ സുലു, ഇപ്പൊ വിളിക്കാം കേട്ടോ. ഹലോ, എനിക്ക് ഇത് മാത്രമല്ല ജോലി. ഒന്നുകിൽ ഇങ്ങോട്ടൊന്ന് വിളിക്കാനുള്ള മര്യാദ കാണിക്കണം. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. അത് ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും ചുമ്മാ കിട്ടിയാണെന്ന് വിചാരിച്ചോ? അത് എന്റെ ഹസ്ബൻഡ് ആക്സിഡന്റ് ആയി. എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. ആക്സിഡന്റ് ആവുന്നതും ചാവുന്നതും ഒക്കെ നിങ്ങളുടെ കാര്യം. ഇനി വൈകിക്കില്ല, അടുത്ത മാസം. നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലേ? ഒരു മനുഷ്യനല്ലേ ഞാൻ പലതവണ പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന മാന്യന് ഒന്നിവിടെ വരാൻ പോലും തോന്നിയില്ലല്ലോ. അത് ഞാൻ നാളെ ഹസ്ബൻഡിനോട് അങ്ങോട്ട് വരാൻ പറയാം. വേണ്ട, ഇനി അയാൾ വരണ്ട. കാശ് തരാൻ ഉദ്ദേശമില്ലെങ്കിലേ നിങ്ങൾ പോരെ. കടയിൽ വേണ്ട, ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്തിട്ട് നിങ്ങളെ വിളിക്കാം. എന്താ? ആരാ ഇവിടുന്ന് എന്റെ ഭാര്യക്ക് ഫോൺ ചെയ്തത്? പറയടോ, താനാണോ? ആണെങ്കിൽ നീ അത്രക്ക് വലിയ ആളെന്നാവണ്ടടാ. പെണ്ണുങ്ങളെ ഫോണിൽ വിളിച്ച് തോന്നിയാസം പറയുന്നോടാ തെണ്ടി. കാശ് എന്നിട്ട് സംസാരിക്കടാ. തരൂടാ, ജീവനുണ്ടെ തരും. സുഖമായിട്ടിനല്ലെങ്കിലും ക്ഷമ വളരെ കുറവാ. എന്റെ മോളെ ഓർമ്മിച്ചതുകൊണ്ടാ ഞാൻ അവനെ കൊല്ലാതെ വിട്ടത്. എന്നാലും അടിപിടി ഉണ്ടാക്കുന്നൊക്കെ മോശല്ലേ? മോശം? എന്താ അവന്റെ വിചാരം? ആലോചിക്കുമ്പോ ഇപ്പോഴും എന്റെ ചോര തിളക്കുക. കടം വാങ്ങുന്നത് വലിയ കുറ്റമൊന്നുമല്ല. ഇന്ത്യ അമേരിക്ക എന്ന് കടം വാങ്ങാറില്ലേ? അതിന് അമേരിക്ക ഇന്ത്യ ഫോണിൽ വിളിച്ച് തെറി പറയാറുണ്ടോ? എങ്ങനെയോ കടം വീട്ടിയേ പറ്റും. പണമില്ലാത്തവൻ പിണാന്ന് ഇപ്പൊ സാറിന് മനസ്സിലായോ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ രക്തം തിളക്കുന്നു. അവന് കാശ് കൊടുത്തില്ല, ഇനിയും നാറും. സാറേ, 1000 കുടം പാലൊഴിക്കുമ്പോ ആ കൂട്ടത്തിൽ ഒരു കുടം വെള്ളേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അതൊരു തെറ്റേ അല്ല. നമുക്ക് പോയിട്ട് ആ ദാമോദരൻ പിള്ള ഒന്ന് കാണാം. സംഗതി ഞാൻ ശരിയായിക്കൊള്ളാം. ഇന്ന് വരെ സത്യസന്ധമായി. എന്തിന്? ആർക്ക് വേണ്ടി? ഞാൻ എപ്പോഴും പറയാറില്ല ഇവന്മാര് ബൂർഷകളാണെന്ന്. അയാൾ കാറിന്റെ അഡ്വാൻസ് തിരിച്ചു ചോദിച്ചില്ലേ? അപ്പം നമുക്ക് അങ്ങോട്ടുള്ള ആത്മാർത്ഥത അയാൾക്ക് ഇങ്ങോട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ആസ്പത്രി കയറുന്നപ്പോ ഒന്ന് കയറി വെക്കണ്ടേ? ആകെ പ്രശ്നങ്ങളിൽ പെട്ട് ഞെരുങ്ങുക. അങ്ങനെ ഞെരുങ്ങി ചാവുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് പോയിട്ട് ആ പിള്ള സാറിനെ ഒന്ന് കാണാം. ദൈവം തമ്പുരാൻ പോലും അറിയാതെ സംഭവം നടത്താം. സാറിനൊരു കഷ്ടകാലം വന്നപ്പോൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊരു മനുഷ്യനാണോ? ഈ ഇടപാട് കുറെ കൂടി നേരത്തെ ആകാമായിരുന്നേ ഉള്ളൂ. അതിനെങ്ങനെ? അപ്പോഴൊക്കെ സാറ് വെറും സത്യസന്ധനല്ലേ? ഇപ്പൊ കടം കൊണ്ട് പൊറുതി മുട്ടി സത്യസന്ധത കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലായി. മാസത്തിൽ 1-2 ലോഡ് അത്രേ വേണ്ടു. ബില്ലിൽ ഒപ്പിടുന്നതും മെറ്റീരിയൽസിന്റെ കണക്കുമൊക്കെ സാറായതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല.